കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചന പഠനത്തിനായി വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ എഗസ്കേലിൻ്റെ പുസ്തകം 34 അധ്യായം പഠിച്ച് അവസാനിപ്പിച്ചു. ഇന്ന് നമ്മൾ 35 അധ്യായത്തിൽ പ്രവേശിക്കുകയാണ്. 34 അധ്യായത്തിൽ അതിൻ്റെ അവസാന ഭാഗത്ത് നാം കണ്ടത് ദൈവം തൻ്റെ ജനത്തിന് കൊടുക്കുന്ന ഒരു വാഗ്ദത്തത്തോടു കൂടിയാണ് ആ അധ്യായം അവസാനിപ്പിക്കുന്നത്. സകലരും ദൈവമാക്കി വെച്ച ഇടയന്മാർ അവിശ്വസ്തരായി പോയപ്പോൾ ദൈവം തന്നെ നേരിട്ട് ജനത്തെ നയിക്കുവാൻ, മേയ്ക്കുവാൻ ഇറങ്ങിയപ്പോൾ ആടുകൾ തമ്മിൽ വൈരാഗ്യം മൂക്കുന്നു, അവർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നു. ദൈവം കൊടുക്കുന്ന നന്മ മറ്റാരും അനുഭവിക്കില്ലെന്ന് പറഞ്ഞ് സ്വാർത്ഥ താല്പര്യക്കാരായി മാറുന്നു. ബലഹീനരായിരിക്കുന്ന ആടുകളെ പാർശ്വം കൊണ്ടുന്തി കൊമ്പ് കൊണ്ട് കുത്തി മരുഭൂമിയിലേക്ക് ചിതറിച്ച് കളയുന്നു. ഇതിന് നടുവിൽ യഹോവയായ ദൈവം തൻ്റെ ജനത്തിനൊരു വാഗ്ദത്തം കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരേ ഇടയനെ എഴുന്നേൽപ്പിച്ച് ഞാൻ അവർക്ക് ദൈവവും എൻ്റെ ദാസനായ ദാവീദ് അവരുടെ നടുവിൽ ഒരു പ്രഭുവുമായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ സകലരും ഭരിച്ച് കുഴയുന്ന ഈ ഒരു സന്ദർഭത്തിൽ യഹോവയായ ദൈവം കൊടുക്കുന്ന വാഗ്ദത്തമാണ്, ഞാൻ ഒരേ ഒരു ഇടയനെ എഴുന്നേൽപ്പിക്കും. കാലഘട്ടങ്ങൾ എത്ര മാറിപ്പോയാലും തൻ്റെ ജനത്തെ നയിപ്പാൻ ദൈവം ഒരുവനെ എഴുന്നേൽപ്പിക്കുമെന്ന് പ്രവചന പുസ്തകങ്ങൾ പലയിടത്തും മാറി മാറി പ്രവചിച്ചിട്ടുണ്ട്. അതാരാണെന്ന് വളരെ സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ദൈവം അരുളി ചെയ്ത അരുളപ്പാടിൻ പ്രകാരം, ദാവീദിനോട് ചെയ്ത ഉടമ്പടിയും പ്രകാരം ആ സിംഹാസനത്തിലിരിക്കുവാൻ യോഗ്യനായവൻ ഒരു ആൾ മാത്രം, നമ്മുടെ കർത്താവ് മാത്രമാണ്. കർത്താവിൻ്റെ മശികയ വാഴ്ചയെക്കുറിച്ചാണ് ഭാഗം പറഞ്ഞു കാണുന്നത്. അതിനോട് ചേർന്ന് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ജനവുമായി ഒരു സമാധാന ഉടമ്പടി ചെയ്യും എന്ന ഭാഗം പറയുന്നുണ്ട്. ഞാൻ അവയോട് ഒരു സമാധാന നിയമം ചെയ്തു എന്ന് വ്യക്തമായി പറയുന്നു. ആ സമാധാന നിയമം എന്ന് പറയുമ്പോൾ അതിന് താഴോട്ടുള്ള ഭാഗങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് മശികയിക വാഴ്ചയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കർത്താവിൻ്റെ ഭരണത്തെക്കുറിച്ച്, 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചും മശികയായി ഈ ഭൂമിയിൽ വാഴാൻ പോകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ആ ഭാഗം നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചിരുന്നു, ഞാൻ അവർക്ക് സമാധാനത്തിൻ്റെ ഒരു ഉടമ്പടി അവരുമായി ചെയ്യും. അതിന് ഞാൻ അതിൻ്റെ മൂലഭാഷയിൽ എടുത്തു പറഞ്ഞത്, രക്തച്ചൊരിച്ചിലൂടെ അഥവാ യാഗത്തിലൂടെ ഞാൻ അവരുമായൊരു സമാധാന ഉടമ്പടി ചെയ്തെടുക്കുമെന്ന് അങ്ങനെ വ്യാഖ്യാനിക്കാം. അങ്ങനെ പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നുമുണ്ട്. അതിന് അവർ ഉദാഹരണമായി എടുത്തത് അബ്രഹാമുമായി ആദ്യം ചെയ്ത ഉടമ്പടിയിൽ മൃഗങ്ങളെ നേർക്കുനേരെ പിളർന്നു അതിലൂടെ യഹോവയായ ദൈവം കടന്നു വന്നിട്ട് അബ്രഹാമിൻ്റെ സന്തതിയെക്കുറിച്ചുള്ള ഉടമ്പടി അവിടെ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെയും ഒരു യാഗത്തിലൂടെ യഹോവയായ ദൈവം
ഒരു ഉടമ്പടി ചെയ്തു എന്നാണ് പണ്ഡിതന്മാർ അവകാശപ്പെടുന്നത്. ഞാൻ ഈ ഭാഗം ചിന്തിച്ചപ്പോൾ ഈ സമാധാന ഉടമ്പടി ചെയ്തത് ഒരു പക്ഷേ യേശുക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തെ ചൂണ്ടിക്കാണിക്കുന്നതായിരിക്കാം. കാരണം അത് സമാധാനത്തിൻ്റെ ഒരു ഉടമ്പടിയായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ കാൽവരി മരണം യേശുക്രിസ്തുവിൻ്റെ യാഗത്തിലേക്ക്, കാൽവറി യാഗത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ഭാഗമായിട്ട് നമുക്കതിനെ കാണാൻ കഴിയും. കർത്താവിൻ്റെ രക്തത്തെക്കുറിച്ച് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 25-ാം വാക്യത്തിൽ വായിക്കുന്നു, നിങ്ങൾക്കായി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിൻ രക്തമാകുന്നത്. ആ ഭാഗം ഒന്ന് വായിച്ച് 1 Corinthians chapter 11 verse 25. സിസ്റ്റർ ഇല്ല, സിസ്റ്റർ കേൾക്കുന്നില്ല. ഒട്ടും എനിക്ക് നെറ്റിൻ്റെ പ്രോബ്ലം ഉണ്ട്, അതാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ആ ഭാഗം ഇങ്ങനെ വായിക്കുന്നത്, അവൻ പാനപാത്രം എടുത്തു, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. പുതിയ നിയമം എന്ന് പറയുമ്പോൾ പുതിയ കവനന്റ്, പുതിയ ഉടമ്പടി എന്ന. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിന്റെ കാൽവരി മരണത്തിൽ ചൊരിയപ്പെട്ട രക്തത്തിലൂടെ ഒരു പുതിയ ഉടമ്പടി ചെയ്തെടുത്തു. കർത്താവ് കൂടെ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ലോകം തരുന്ന പോലെയല്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് ദൈവം നിങ്ങളുടെ ഉള്ളങ്ങളെ നിറയ്ക്കട്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ ഭാഗങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ യേശു കർത്താവിൻ്റെ ഈ ഭൂമിയിലെ വാഴ്ചയെക്കുറിച്ചാണ് പറയുന്നത്. ആ വാഴ്ച അതിൽ ഉടമ്പടി ചെയ്തത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിലൂടെ ചൊരിയപ്പെട്ട രക്തത്തിലൂടെയാണ്. യേശു ഈ ഭൂമിയിൽ സ്ഥാപിക്കാൻ പോകുന്ന രാജ്യം, കിങ്ഡം ഓഫ് ഗോഡ്, അത് വളരെ സമത്വ സുന്ദരമാണ്. അങ്ങനെയാണല്ലോ വചനം പഠിപ്പിക്കുന്നത്. പ്രശ്നങ്ങളില്ലാത്ത, സമത്വമായിരിക്കുന്ന, സുന്ദരമായിരിക്കുന്ന നല്ലൊരു ഭരണം കാഴ്ചവെക്കും. യേശുക്രിസ്തുവിന്റെ കാൽവരി മരണത്തോടുകൂടെ തന്നെ ഒരു പുതിയ ഒരു യുഗം തന്നെ ആരംഭിക്കുകയാണ്. അതുവരെ ചെയ്തുകൊണ്ടിരുന്ന യാഗങ്ങൾക്കെല്ലാം ഒരു അറുതി വരുത്തി അതിനെല്ലാം പരിസമാപ്തിയായി യേശുക്രിസ്തു ഒരു യാഗത്തിലൂടെ അതിനെല്ലാം ഒരു അറുതി വരുത്തി സകല മനുഷ്യർക്കും വേണ്ടി യേശുക്രിസ്തു കാൽവറിയിൽ യാഗമായി തീർന്നു. അപ്പൊ ആ കാൽവറി രക്തത്തിലൂടെ ആരാണോ ശുദ്ധീകരിക്കപ്പെടുന്നത്, അതിൽ ആരാണോ വിശ്വസിക്കുന്നത്, ആരാണോ അതുമായി ആ ഉടമ്പടിയിൽ ഏർപ്പെടുന്നത്, അവരാണ് 1000 ആണ്ട് വാഴ്ചയിൽ, ക്രിസ്തുവിൻ്റെ മശിക വാഴ്ചയിൽ അവരോടൊപ്പം സന്തോഷിക്കാൻ കഴിയത്തുള്ളൂ. യെശയ്യാ പ്രവാചകൻ യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം ഒരു തോളിലിരിക്കും, ശ്രദ്ധിക്കുക, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു എന്ന് വിളിക്കപ്പെടും. അപ്പൊ അങ്ങനെയെങ്കിൽ അവൻ യേശുക്രിസ്തുവിന്റെ കാൽവരി മരണത്തിലൂടെ, ആ ഉടമ്പടിയിലൂടെ ചെയ്തെടുത്ത ഒരു കവനന്റ്, അത് താമസമില്ല,
തൻ്റെ വിശുദ്ധന്മാരെ ഇവിടുന്ന് ചേർത്തിട്ട് നമ്മുടെ കർത്താവ് 7 വർഷം കഴിയുമ്പോൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് തൻ്റെ രാജ്യം, തൻ്റെ വാഴ്ച ഈ ഭൂമിയിൽ ആരംഭിക്കും. അതിലേക്കാണ് ഈ ഒരു ഭാഗം മൊത്തം വിരൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് 31-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. ഞാൻ വായിക്കാം പാസ്റ്ററെ. ഓക്കെ, വായിര്. എന്നാൽ എന്റെ മേൽപ്പുറത്തെ ആടുകളായി, എന്റെ ആടുകളായുള്ളവരെ, നിങ്ങൾ മനുഷ്യരത്രേ, ഞാനോ നിങ്ങളുടെ ദൈവം എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഓക്കെ, ആ അധ്യായം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാ. അതുവരെ ആടുകൾ, ഇടയൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനത്തേക്ക് വരുമ്പോൾ പറയുന്നു, നിങ്ങൾ ആടുകളല്ല, നിങ്ങൾ മനുഷ്യരാണ്, ഞാൻ നിങ്ങളുടെ ദൈവമാണ്. ആടുകളെ പോലെ ആണെങ്കിലും, അങ്ങനെ ആലങ്കാരികമായി ഉപയോഗിച്ചാലും ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം, ഇവർ മനുഷ്യരാണെന്ന് പറഞ്ഞതിന് അർത്ഥം വേറെയാ. എന്ന് പറഞ്ഞാൽ ഇവർക്ക് ആടുകളെക്കാൾ വളരെയധികം കൂടുതൽ വിലയുണ്ട്, അതിനേക്കാൾ പദവികളുണ്ട്, അതിനേക്കാൾ ഇവർ ശ്രദ്ധിക്കപ്പെടുന്നവരാണ്. കാരണം ഇത് അത്ഭുതകരമാകുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇസ്രായേലിന്റെ ബന്ധത്തിൽ. ഇതിനകത്ത് നമ്മളെ കേൾക്കുന്ന നമ്മളോടൊരുമിച്ചും ഉള്ള ബന്ധത്തിലും നമ്മെ ഓർപ്പിച്ചുണർത്തുന്ന ഒരു വസ്തുതയുണ്ട്. നമ്മൾ ആടുകളല്ല, നമ്മൾ മനുഷ്യരാണ്. ആടുകളെക്കാൾ വിലയുണ്ട് നമുക്ക്. കർത്താവിന്റെ വചനം പറഞ്ഞു, ഒരുവർ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കി കളഞ്ഞാൽ അവനെന്ത് പ്രയോജനം? അങ്ങനെയെങ്കിൽ മൃഗത്തിൻ്റെ ആയിരിക്കുന്ന ആത്മാവിനേക്കാൾ, അതിൻ്റെ പ്രാണനേക്കാൾ അധികമാകുന്ന വില ദൈവം മനുഷ്യർക്ക് കൊടുത്തിട്ടുണ്ട്. 2, ഈ ലോകത്തിൽ ഒറ്റ മൃഗത്തെ പോലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചിട്ടില്ല. ദൈവം സൃഷ്ടിച്ചത് മനുഷ്യനെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ സാദൃശ്യപ്രകാരമുള്ളവർ, ഇമേജ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പ്രതിമകളാണ്, ദൈവത്തിൻ്റെ പ്രതിമകളാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ആടുകളെക്കാൾ വിലയുള്ളവരാണെന്ന് പറയാനുള്ള കാരണം അതാണ്. ആടുകളാരും ഇമേജ് ഓഫ് ഗോഡ് അല്ല. അതുകൊണ്ട് ഒരു മൃഗത്തെ പോലും ദൈവമായി അംഗീകരിക്കുവാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ പ്രതിബിംബങ്ങളല്ല അതാരും. അപ്പോൾ ദൈവത്തിൻ്റെ ഇമേജായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യ, നിനക്ക് മൃഗത്തെക്കാൾ നിനക്ക് വിലയുണ്ട്. മറ്റു ഭാഗത്ത് പറയുന്നു, മനുഷ്യൻ വിവേകഹീനനായാൽ, അറിവില്ലാത്തവനായി പോയാൽ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. എത്ര ക്വാളിഫൈഡ് ആണെങ്കിലും, ഏതെല്ലാം നിലയിൽ പദവികളും ഉയർച്ചകളും ഉണ്ടെങ്കിലും, അവന് അറിവില്ല എങ്കിൽ, അവനെ സൃഷ്ടിച്ച ദൈവത്തെക്കുറിച്ച് അറിവില്ല എങ്കിൽ, അതാണ് അവിടെ അർത്ഥം. അവനെ ഉരുവാക്കിയ ദൈവത്തിനെ കുറിച്ച് അവന് വിവരമില്ലെങ്കിൽ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. കാരണം ഇവിടെ യഹോവ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ദൈവമാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ വെറും ഒരു ഇടയനല്ല, ഞാൻ നിങ്ങളുടെ സൃഷ്ടിതാവാണ്. എൻ്റെ സ്വരൂപപ്രകാരമാണ് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടിപ്പിൻ പ്രകാരം നിങ്ങൾ എൻ്റെ ഇമേജും
അഥവാ സ്വരൂപത്തിലും സാദൃശ്യത്തിലുള്ളവരും, ഞാൻ നിങ്ങളുടെ സൃഷ്ടിതാവും. ഒന്നുകൂടി പറഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ ഉടമസ്ഥനാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഉറപ്പ് നൽകുന്നൊരു കാര്യം, നമ്മളാരും മൃഗതുല്യമായി സൃഷ്ടിക്കപ്പെട്ടവരല്ല. നമ്മൾ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ദൈവത്തിന് സാദൃശ്യം സൃഷ്ടിക്കപ്പെട്ടവരാകിയാൽ നമുക്ക് ഒരു ഉടമസ്ഥനുണ്ട്, നമുക്ക് ഒരു സൃഷ്ടിതാവുണ്ട്. നമ്മളാരെങ്കിലും ഒരു കാലപ്പഴക്കത്തിൽ ഉണ്ടായി വന്നവരല്ല. നമ്മളെ ഉരുവാക്കിയത് അവൻ്റെ സ്വരൂപത്തിലും സാദൃശ്യമാകിയാൽ നമുക്ക് ദൈവത്തിൻ്റെ ഇമേജ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന സ്ഥാനം നമുക്കുണ്ട്. രണ്ട്, ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ സൃഷ്ടിതാവ് എന്ന് പറയുന്ന ബന്ധം നമ്മുടെ ദൈവമായിട്ട് നമുക്കുണ്ട്. ഇത് മനുഷ്യൻ മനസ്സിലാക്കാതെ പോയാൽ അവൻ ദൈവത്തിൻ്റെ പ്രതിച്ഛായ സൃഷ്ടിക്കപ്പെട്ടവനാണെന്നും ദൈവം അവനെ സൃഷ്ടിച്ചതാണെന്നും അവൻ മനസ്സിലാക്കാതെ പോയാൽ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. അതുകൊണ്ട് ദൈവമില്ല എന്ന് പറയുന്നവനും അതൊരു ഫാഷനായി കൊണ്ട് നടക്കുന്നവനും ഇന്ന് രാത്രി ഓർത്തുകൊള്ളണം, നീ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ്. നിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, നിന്നെ സൃഷ്ടിച്ച സൃഷ്ടിതാവ് ഉണ്ട് എന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിവില്ലാതെ പോയതിൽ ദൈവം തെറ്റുകാരനല്ല. ആ ദൈവത്തെ പരീക്ഷണശാലയിലെ ഏതെങ്കിലും ടെസ്റ്റ് ട്യൂബിലൂടെ കണ്ടുപിടിക്കാൻ കഴിയുന്നതല്ല ആ ദൈവത്തെ. ഇവിടുത്തെ ഏതെങ്കിലും പരീക്ഷണശാലകളിലൂടെയോ ഒബ്സർവേഷനിലൂടെയോ ആ ദൈവത്തെ കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. നീ നിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി, നിന്നെ ഉരുവാക്കിയത് ആരാണെന്നൊന്ന് ചിന്തിച്ച് നീ നിന്നിലേക്ക് തന്നെ ഒന്ന് നോക്കിയാൽ നിനക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈ ലോകത്തൊരു ദൈവമുണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ഇസ്രായേൽ ജനത്തെ ഉറപ്പിച്ചു കൊടുക്കുകയാണ്, ഞാൻ നിങ്ങളുടെ ഉടമസ്ഥൻ, നിങ്ങൾ എൻ്റെ മക്കൾ, എൻ്റെ സൃഷ്ടികളാണ്. ഇന്ന് രാത്രിയിൽ ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെയും യൂട്യൂബിൽ ശ്രദ്ധിക്കുന്ന ദൈവജനത്തോടും ഇതുവരെ ദൈവത്തെ വേണ്ടത് അറിയാത്തവരാണെങ്കിൽ അവരോട് ഞാൻ പറയുന്നു, നിങ്ങൾ മൃഗങ്ങൾക്ക് തുല്യരാകരുതേ. നിങ്ങൾ ദൈവത്തിന് സാദൃശ്യത്തിലും സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാകിയാൽ നിങ്ങൾക്ക് സൃഷ്ടിതാവുണ്ടെന്നും നിങ്ങൾക്കൊരു രക്ഷകനുണ്ടെന്നും ആ രക്ഷകനുമായിട്ടുള്ള ബന്ധം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ട് എങ്കിൽ ഉടമസ്ഥൻ ഒരിക്കലും കൈവിട്ടിട്ട് പോകുന്നവനല്ല. ആ ഉടമസ്ഥന് നമ്മുടെ മേൽ ഉത്തരവാദിത്വമുണ്ട്. ഇതിങ്ങനെ ഇരിക്കുമ്പോൾ നീ അത് മനസ്സിലാക്കാതെ നിന്റെ സ്വന്തം വിവേകത്തിലൂന്നി നീ മുൻപോട്ട് പോയാൽ ജീവിതം പരാജയപ്പെടും. അതുകൊണ്ട് നീ ദൈവത്തിന് സാദൃശ്യപ്രകാരം സൃഷ്ടിക്കപ്പെട്ടതാണെന്നും സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെക്കുറിച്ച് ഉദ്ദേശമുണ്ടെന്നും ആ ദൈവം നിന്റെ സൃഷ്ടിതാവാണെന്നും ആ ദൈവത്തിന് നിന്റെ മേൽ പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട് എന്നൊരു ബോധ്യം ഈ രാത്രി ദൈവജനത്തിന് ഹൃദയത്തിനകത്തുണ്ടാകട്ടെ. യൂട്യൂബിൽ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ടാകട്ടെ, എന്നെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്, ആ ദൈവത്തിന് സ്വരൂപപ്രകാരമാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, ആ ദൈവത്തിന് എന്നെക്കുറിച്ച് പദ്ധതിയുണ്ട്, ആ ദൈവത്തിന് എന്നെക്കുറിച്ച് പ്ലാനുണ്ട്, അത് പൂർത്തീകരിച്ചെടുക്കും, അത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമാണെന്ന് ഉത്തമ ബോധ്യം നിങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ടാകട്ടെ. ഞാൻ പറഞ്ഞ ഭാഗം ഞാൻ വിടുകയാണ്. അത് തിരിച്ചറിയേണ്ടമായിരുന്നു. ഇത് ജനത്തിൻ്റെ ഉത്തരവാദിത്വവും അവരുടെ മഹത്വമായിരുന്നു. ഇസ്രായേൽ ജനം അത് മനസ്സിലാക്കാതെ പോയി. ഇസ്രായേൽ ജനത്തിന് അവസരങ്ങൾ ലഭിച്ചിട്ടും
അവർ അത് മനസ്സിലാക്കാത്തവരായി പോയത് കൊണ്ട് ദൈവത്തിന് ശിക്ഷാവധിയിൽ അവർ അകപ്പെടേണ്ടി വന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മെ സൃഷ്ടിച്ച കർത്താവുണ്ടെന്ന് പറഞ്ഞ് ആ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ച് യാത്ര ചെയ്യുവാൻ, അങ്ങനെ നിത്യത്തിച്ചേരുവാൻ, ദൈവം ഒരുക്കുന്ന മശിക രാജ്യത്തിലെത്തിച്ചേരുവാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അധ്യായം അവിടെ പൂർത്തീകരിക്കുന്നു. നമുക്ക് 35-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എഹെസ്കേൽ പുസ്തകം 35-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. ഈ അധ്യായത്തിൽ യഹോവയിൽ നിന്ന് 2 സന്ദേശങ്ങൾ 2 ദേശങ്ങളോടുള്ള ബന്ധത്തിൽ ഉണ്ടാകുന്നുണ്ട്. ആദ്യത്തെ സന്ദേശം ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒന്നാകുന്ന ഏദോമിനെ കുറിച്ചുള്ളതാണ് ഒന്നാമത്തെ സന്ദേശം. രണ്ടാമത്തത് ഇസ്രായേലിനോടുള്ള ബന്ധത്തിലുള്ളതാണ് രണ്ടാമത്തെ സന്ദേശം. ഈ 2 സന്ദേശങ്ങൾക്കും അസാധാരണമാകുന്ന ഒരു രൂപമുണ്ട്. ആ രൂപം എന്ന് ചോദിച്ചാൽ, ഇതിനു മുമ്പ് പലപ്പോഴും ആടുകളോട് സാമ്യപ്പെടുത്തി ആലങ്കാരികമായി ആടുകളോട് തുലനം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. മരത്തോട് സാമ്യപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. മുന്തിരിവള്ളിയോട് സാമ്യപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. എഹെസ്കേലിന്റെ പുസ്തകത്തിൽ തന്നെ പല ഭാഗത്തും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ 2 രാജ്യങ്ങളെ, 2 രാജ്യത്തിലെ ജനതകളെ 2 പർവ്വതങ്ങളോട് സാമ്യപ്പെടുത്തിയാണ് പറയുന്നത്. എഹെസ്കേൽ പർവ്വതങ്ങളോട് സംസാരിക്കുന്ന പോലെയാണ് സംസാരിക്കുവാൻ യഹോവയായ ദൈവം അരുളിച്ചത്. നീ സേയീർ പർവ്വതത്തെ നോക്കി പ്രവചിക്കാം. ഇസ്രായേലെ ആ പർവ്വതത്തിലേക്ക് നോക്കുക. അപ്പൊ എഹെസ്കേൽ ഇവിടെ കാണാൻ കഴിയുന്നത് അവിടെ ജനതയ്ക്ക് വേണ്ടി, ഏദോമിന് വേണ്ടി സേയീർ പർവ്വതത്തോട് സംസാരിക്കുന്നു. പർവ്വതത്തെയാണ് അവിടെ ആലങ്കാരികമായി ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിന് ആദ്യത്തെ സന്ദേശം ഏദോമിന് വേണ്ടി പറയുമ്പോൾ സേയീർ പർവ്വതത്തിന് നേരെ മുഖം തിരിച്ച് പറയാൻ പറയുന്നു. രണ്ടാമത്തെ സന്ദേശം ഇസ്രായേലിന് വേണ്ടി, ഇസ്രായേലിൽ നിരവധി പർവ്വതങ്ങളോട് നീ പറയുവാൻ, പ്രവചിക്കാൻ പറയുന്നുണ്ട്. അപ്പൊ ഈ സന്ദേശങ്ങളിൽ ഓരോ ജനതയ്ക്കുമുള്ള തൻ്റെ ഭാവി പദ്ധതികൾ യഹോവയായ ദൈവം ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. അവൻ ഇസ്രായേലിനോട് ദയ കാണിക്കുന്നു. പക്ഷേ ഏദോമിനോടുള്ള ബന്ധത്തിൽ ദൈവം വളരെ ശക്തമായി ദൈവം ശിക്ഷിക്കുന്നതായി കാണുന്നുണ്ട്. നമുക്ക് 35-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെ വാക്യങ്ങൾ ഒന്ന് വായിക്കാം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, നീ സേയീർ പർവ്വതത്തിന്റെ നേരെ മുഖം തിരിച്ച് അതിനെക്കുറിച്ച് പ്രവചിച്ച് അതിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, സേയീർ പർവ്വതമേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്റെ നേരെ കൈനീട്ടി നിന്നെ പാഴും ശൂന്യവുമാക്കും. ഞാൻ നിന്റെ പട്ടണങ്ങളെ ശൂന്യമാക്കും. നീ പാഴായി തീരും. ഞാൻ യഹോവ എന്ന് നീ അറിയും. ഓക്കെ. സേയീർ പർവ്വതത്തിന് നേരെ മുഖം തിരിക്കുക. സേയീർ പർവ്വതം യോർദാൻ നദിയുടെ കിഴക്ക് വശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പർവ്വതമാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, ആ രാജ്യം
ചാവുകടലിൻ്റെ അഥവാ ഡെഡ് സീയുടെ കിഴക്കായിരിക്കുന്നു. അവിടുത്തെ പ്രധാനപ്പെട്ട 2 പട്ടണങ്ങളാണ് പെട്ര എന്നും തേമാൻ എന്നും വിളിക്കുന്ന 2 പ്രധാനപ്പെട്ട പട്ടണങ്ങൾ. ഞാനിത് പറയാൻ കാരണം വേദപുസ്തകത്തിൽ പല ഭാഗത്തും ഈ പദങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട്, ഈ സ്ഥലങ്ങളുടെ പേര് പറയുന്നുണ്ട്. സെയീർ പർവ്വതം യാക്കോബിന്റെ സഹോദരനായ ഏശാവിന്റെ പിൻഗാമികളാകുന്ന ഏദോമ്യരുടെ ഒരു സെന്ററാണത്. ഏശാവിന്റെ സന്താന പരമ്പരകളുടെ ഒരു സെന്റർ. അതുകൊണ്ട് സെയീർ പർവ്വതം എന്നാൽ അർത്ഥമാക്കുന്നത് ഏദോം എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്ന രാജ്യത്തെയാണ്. ഇനി ഏദോമ്യർക്കെതിരായ ഒരു അരുളപ്പാട് പറയുകയാണ് ഇവിടെ. സെയീർ പർവ്വതത്തിനു നേരെ മുഖം തിരിക്കണം. ഈ ഭാഗത്ത് ഒരു പ്രധാന വിഷയം ഉണ്ട്. ഒരു സൈഡിൽ ഏദോമിനെതിരെ ഈ ഭാഗങ്ങൾ പ്രവചിക്കുമ്പോൾ അതിന് മറ്റൊരു വശത്തുകൂടി ഇസ്രായേൽ ജനത്തിന് പ്രോത്സാഹനവും പ്രത്യാശയും ഭാവി പുനഃസ്ഥാപന വാഗ്ദത്തങ്ങളും നൽകുന്നുണ്ട്. ഒരു ഭാഗത്ത് ഏദോമിനെ കുറിച്ച് അതിൻ്റെ ന്യായവിധിയെക്കുറിച്ച് പറയുമ്പോൾ മറു സൈഡിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഇസ്രായേൽ ജനത്തെക്കുറിച്ചുള്ള പുനഃസ്ഥാപനവും അവർക്ക് പ്രോത്സാഹനമുണ്ടാകുന്ന പ്രത്യാശ ഉണ്ടാകുന്ന ഭാവിപരമായ വിഷയങ്ങളെക്കുറിച്ചുള്ള വാഗ്ദത്തമാണ്. പുരാതന ഏദോം പോലെയുള്ള അവിടെ ചില ശത്രുക്കളെയും എതിരാളികളെയും ദൈവം കൈകാര്യം ചെയ്യുമെന്ന് ഒരു ഉറപ്പായിട്ട് പറയുന്നുണ്ട്. നമുക്ക് ആ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് 35:3. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, സെയീർ പർവ്വതമേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്റെ നേരെ കൈ നീട്ടി നിന്നെ പാഴും ശൂന്യവുമാക്കും. ഓക്കെ, ഞാൻ നിനക്കെതിരാണ്, നിന്റെ നേരെ കൈ നീട്ടും. ഏദോം എന്ന് പറഞ്ഞു ഏശാവിന്റെ കുടുംബത്തിൽ നിന്ന് വന്നവരാണ്. ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ഏശാവിന്റെ സഹോദരനായി യാക്കോബിന്റെ മക്കളാണ്. അപ്പൊ ഈ 2 പേര് ഒരു കുടുംബത്തിൽ നിന്ന് വന്നവരാ. ഇസ്രായേലിന്റെ അപ്പനാകുന്ന യാക്കോബും ഏദോമിന്റെ അപ്പനാകുന്ന ഏശാവും ഒരു കുടുംബത്തിൽ ചേട്ടനിയന്മാരായി ഒരുപോലെ ജനിച്ചത്. നമുക്കിതിന്റെ ചരിത്രം തുടക്കം മുതൽ അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർ പരസ്പരം വെറുത്തിരുന്നു. നമുക്കറിയാം, യാക്കോബ് വളരെ ഉപായത്തിലൂടെ ഏശാവിനെ കബളിപ്പിച്ച് ഒരു പായസത്തിലൂടെ ജ്യേഷ്ഠാവകാശം നേടിയെടുത്തു. മറ്റൊരു സന്ദർഭത്തിൽ അപ്പലിന് കിട്ടേണ്ടതായ അനുഗ്രഹം, ഏശാവിന് കിട്ടിയ അനുഗ്രഹം ഒരു സൂത്രത്തിൽ യാക്കോബ് ആ അനുഗ്രഹം നേടിയെടുത്തു. അന്നു മുതൽ ഇവരാരംഭിച്ചതാണ് ഈ വൈരാഗ്യം, പരസ്പരമുള്ള വിദ്വേഷം, ഈ വെറുപ്പ്. അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നത് ഏശാവ് അങ്ങനെ പോയി വനസഞ്ചാരിയാകുന്നു. അവൻ ദൈവത്തിൽ നിന്നും അകന്നകന്നു പോയി. അങ്ങനെ യാക്കോബിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ യാക്കോബ് പോകുന്നു, ദൈവത്തെ കാണുന്നു, ദൈവത്തിന്റെ മകനായി തിരിച്ചു വരുന്നു, ഒരു സന്താന പരമ്പരയായി തിരിച്ചു വരുന്നുണ്ട്.
എന്നാൽ ഏദോമ്യർ ആകുന്ന യേശാവിന് സന്താന പരമ്പരകളാകുന്ന ഏദോമ്യർ ഇസ്രായേലിനെ എത്രത്തോളം ഉപദ്രവിക്കാമോ അത്രത്തോളം അവർക്കെതിരെ നാശം വിതച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ജന്മന ഉള്ള ഒരു വൈരാഗ്യം, ആരംഭ കാലഘട്ടം മുതലുള്ള വെറുപ്പ്, അതിന്നും വച്ച് പുലർത്തി ഇസ്രായേലിന് തരം കിട്ടുമ്പോഴൊക്കെ ഇവർ ഉപദ്രവിക്കുകയാണ്. 3-ാം വാക്യത്തിൽ വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, ഒരു 4-ാം തവണയും എതിരാണ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ഇസ്രായേലിനോടുള്ളൊരു ഉടമ്പടി, ആവർത്തനം പോലൊരു ഉടമ്പടി അവിടെ കാണുന്നുണ്ട്. ഞാൻ നിങ്ങൾക്കെതിരാണെന്ന് ഏദോമ്യർ പറയുമ്പോൾ തന്നെ അതിന് മറുവശം എന്ന് പറയുമ്പോൾ ഇസ്രായേലിനോടൊരു ഉടമ്പടി അവിടെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവമായ യഹോവ തങ്ങൾക്കെതിരാണെന്ന് ഏദോമ്യർ മനസ്സിലാക്കുന്നു. ആ ഭയാനകമാകുന്ന വാർത്ത ഏദോമ്യർ കേൾക്കുന്നു, അത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അവിടെ യഹോവയെ ദൈവം നിങ്ങളുടെ പട്ടണങ്ങളെ ഞാൻ ശൂന്യമാക്കും. ഞാൻ പറഞ്ഞ 2 പട്ടണമാണ്, തേമാൻ എന്നും പെട്ര എന്നും പറഞ്ഞ 2 പ്രധാനപ്പെട്ട പട്ടണങ്ങൾ. ഏതോം പട്ടണങ്ങൾക്ക് നാശവും ശൂന്യതയും വരുത്തുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തു. ദൈവം ഏദോമിനെ ശിക്ഷിക്കും, അതിലെ നഗരങ്ങളെ നശിപ്പിക്കും. അപ്പൊ ഇസ്രായേൽ, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇസ്രായേലിന്റെ യഹോവയായ ദൈവം ആരാണെന്ന് നിങ്ങൾ അറിയും. ഏദോമിന്റെ ഇടയിൽ ഇസ്രായേലിന്റെ ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുവാൻ യഹോവയായ ദൈവം തീരുമാനിച്ചിരിക്കുകയാണ്. അത് അവർക്ക് തന്നെ വെളിപ്പെടുത്തുന്ന വിധത്തിലാണ് അവിടെ മേൽ വരാൻ പോകുന്ന ന്യായവിധി. അവിടെ മേൽ വരാൻ പോകുന്ന ന്യായവിധിയിലൂടെ യഹോവയായ ദൈവം തെളിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഇസ്രായേലിന്റെ ദൈവം അതാരാണെന്ന് അവർ മനസ്സിലാക്കുന്ന നിലയിൽ അത് തെളിയിക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി നമുക്ക് അതിന് 5 മുതൽ 9 വാക്യങ്ങൾ ഒന്ന് വായിച്ചു. 5 മുതൽ 9 വാക്യങ്ങൾ. നീ നിത്യവൈരം ഭാവിച്ച് ഇസ്രായേൽ മക്കളുടെ അന്ത്യാകൃത്യ കാലമായ അവരുടെ ആപത്ത് കാലത്ത് അവരെ വാളിനേൽപ്പിച്ചുവല്ലോ. അതുകൊണ്ട് എന്നാണ് ഞാൻ നിന്നെ രക്തമാക്കി തീർക്കുകയും രക്തം നിന്നെ പിന്തുടരുകയും ചെയ്യും. അതേ രക്തം നീ വെറുത്തിരിക്കുന്നു, രക്തം നിന്നെ പിന്തുടരുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അങ്ങനെ ഞാൻ സെയീർ പർവ്വതത്തെ പാഴും ശൂന്യവുമാക്കി ഗതാഗതം ചെയ്യുന്നവരെ അതിൽ നിന്ന് ഛേദിച്ചു കളയും. ഞാൻ അതിന്റെ മലകളെ നിഹിതന്മാരെ കൊണ്ട് നിറയ്ക്കും. നിന്റെ കുന്നുകളിലും താഴ്വരകളിലും നിന്റെ സകല നദികളിലും വാളാൽ നിഹിതന്മാരായവർ വീഴും. ഞാൻ നിന്നെ ശാശ്വത ശൂന്യങ്ങളാക്കും. നിന്റെ പട്ടണങ്ങൾ നിവാസികളില്ലാതെ ഇരിക്കും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. ഓക്കെ, ആദ്യം 4-ാമത്തെ വാക്യം അവിടെ വായിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞത്, ഞാൻ യഹോവ എന്ന് നീ അറിയും. ഇവിടെ 9-ാം വാക്യം അവസാനിപ്പിക്കുമ്പോഴും ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. ഇവിടെ ഇവർ തമ്മിലുള്ള ഈ യുദ്ധത്തിന് കാരണം 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഇതിൽ പുരാതനമാകുന്ന വിദ്വേഷമാണ്. 5-ാം വാക്യം ആ മലയാളത്തിൽ വായിക്കുമ്പോൾ അന്ത്യാകൃത്യകാലമായ എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ മൂലഭാഷയെ കൊടുത്തിരിക്കുമ്പോൾ അതിൻ്റെ തനതായ മലയാള അർത്ഥം ഇങ്ങനെയാണ്: നീ പുരാതനമായ ഒരു വിദ്വേഷം വെച്ച് പുലർത്തി.
ഇസ്രായേലിനെ അവരുടെ ശിക്ഷയുടെ അവസാന ഘട്ടത്തിൽ, അവരുടെ ദുരന്ത സമയത്ത് നീ വാളിനേൽപ്പിച്ചു. അതാണ് 5-ാമത്തെ വാക്യം. ഏദോമിനെതിരെ ന്യായവിധി നടത്തുന്നതിന് ദൈവം ആദ്യം പറഞ്ഞ കാരണം നിന്റെ പഴയ വിദ്വേഷം, പുരാതനപരമായിട്ടുള്ള നിന്റെ വിദ്വേഷം, പുരാതനമായ വിദ്വേഷം. അത് 5-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ആ സമൂഹത്തിൻ്റെ പാപങ്ങൾ അത് നിമിത്തമാണ് ദൈവം ഏദോമിനെ ശിക്ഷിക്കാൻ വേണ്ടി പോകുന്നത്. പുരാതനമാകുന്ന ആ സ്പർദ്ധ, ആ വിദ്വേഷം വെച്ച് ജീവിക്കുക. ഇനി മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു സമൂഹത്തിൻ്റെ പാപം ദൈവം വളരെ കാലം ഓർമ്മിക്കുകയും ഒരു ദിവസം അവരെ ന്യായവിധിക്ക് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്യും. എന്നും ഇങ്ങനെ മുൻപോട്ട് വിടത്തില്ല. അതിന് ദൈവം ഒരു ടൈം വെച്ചിട്ടുണ്ട്. ആ ടൈം ആകുമ്പോൾ ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യും. ഞാനൊരു ഉദാഹരണം വേദപുസ്തകത്തിൽ കാണിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വാക്യങ്ങൾ ഒന്ന് വായിച്ച്. 1 ശമൂവേൽ chapter 15 verses 1 to 3. അനന്തരം ശമൂവേൽ ശൗലിനോട് പറഞ്ഞത് എന്തെന്നാൽ, യഹോവ നിന്നെ തന്റെ ജനമായ ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാൻ എന്നെ നിയോഗിച്ചുവല്ലോ. അതുകൊണ്ട് ഇപ്പോൾ യഹോവയുടെ വചനങ്ങളെ കേട്ടുകൊള്ളുക. സൈന്യത്തിന്റെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമലേക്ക് അവരെ ആക്രമിച്ച് അവരോട് ചെയ്തതിനെ ഞാൻ കുറിച്ചു വെച്ചിരിക്കുന്നു. ശ്രദ്ധിക്കണം ഒരു വിഷയം. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് വരുന്ന വഴിയിൽ ഇസ്രായേലിനെ ആരറ്റാക്ക് ചെയ്തു? അമാലേക്ക്. യഹോവയായ ദൈവം പറയും, ഞാനത് കുറിച്ചു വെച്ചിരിക്കുന്നു. ശ്രദ്ധിച്ച് ദൈവമക്കൾ ശ്രദ്ധിക്കുക. ഇസ്രായേൽ ജനം മിസ്രൈമിൽ യാത്ര തിരിച്ച് മരുഭൂമിയിലൂടെ വന്നപ്പോൾ അമാലേക്കർ തൻ്റെ ജനത്തെ ഉപദ്രവിച്ചു. ദൈവം വെറുതെ വിട്ടെന്ന് ചിന്തിക്കല്ല, ദൈവം അത് കുറിച്ചു വെച്ചു. അടുത്തേ, ആകയാൽ നീ ചെന്ന് അമാലേക്യരെ തോൽപ്പിച്ച് അവർക്കുള്ളതൊക്കെയും നിർമ്മാക്കി കളക. അവരോട് കനിവ് തോന്നരുത്. പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും മുല കുടിക്കുന്നവരെയും കാള, ആട്, ഒട്ടകം, കഴുത എന്നിവയെയും സംഹരിച്ചു കളക. നോക്കണോ, അന്ന് പറഞ്ഞ ഞാൻ കുറിച്ചു വച്ചിരുന്നു. ഇവിടെ ഓർത്തിരിക്കേണ്ട വസ്തുത, അന്ന് നയിച്ചുകൊണ്ട് വന്നത് മോശയാ. മോശ മരിച്ചുപോയി. അന്നുണ്ടായത് തലമുറകൾ മരിച്ചുപോയി. ഇസ്രായേൽ ജനം തലമുറകൾ പലതും മാറി മാറി വന്നു, രാജ്യഭരണത്തിൽ കയറി. ഇപ്പോൾ ദൈവത്തിന്റെ ദിവസം വന്നു, ന്യായവിധിയുടെ ദിവസം വന്നു. ന്യായവിധി ദിവസം വന്നപ്പോൾ പറയുകയാണ്, നീ വെച്ചേക്കല്ലേ, നിർമൂലമാക്കിക്കൊള്ളണം. ഇന്ന് രാത്രി ദൈവജനത്തോട് ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ യൂട്യൂബിലൂടെ ദൈവം ശ്രദ്ധിക്കുന്നവരോട് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത്, തൻ്റെ ജനത്തിന് ജനമെന്ന നിലയിൽ, ദൈവമക്കൾ എന്ന പേരിൽ നമ്മളെ ആരെങ്കിലും നന്നായി വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മെ ആരെങ്കിലും നന്നായി ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുറിച്ചു വെച്ചില്ലെങ്കിലും അത് കുറിച്ചു വെക്കുന്നൊരു ദൈവം ഉണ്ട്. അതുകൊണ്ട് യഹോവയെ ദൈവം ഇങ്ങനെ കൂടെ കൂടെ പറയുന്നുണ്ടല്ലോ,
യുദ്ധം എനിക്കുള്ളത് ഞാൻ യുദ്ധം ചെയ്തു കൊള്ളാം, പകരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്തു കൊള്ളാം. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൽ കുറ്റമറ്റവരായിരിക്കണം. നിങ്ങൾ ഒരു കാരണവശാലും അവരെ ഉപദ്രവിക്കുവാനോ അവരുടെ നാശം കണ്ട് സന്തോഷിക്കുവാനോ അവരിലായിരിക്കുന്ന പ്രതിസന്ധി കണ്ടിട്ട് അതിൽ നിങ്ങൾ സന്തോഷിക്കുവാൻ ഇടയാകാതെ വണ്ണം നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങൾ അവരെ സ്നേഹിക്കുകയും ചെയ്യണം. പക്ഷെങ്കിൽ ഞാനത് കുറിച്ച് വെച്ചിട്ടുണ്ട്. ദൈവജനം നന്നായി മനസ്സിലാക്കുക. നീ മറന്നുപോയാലും നമ്മളെല്ലാം അത് മറന്നുപോയാലും ദൈവനാമ നിമിത്തം ആരെങ്കിലും നിന്നെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും വിധത്തിൽ നിനക്ക് ലഭിക്കേണ്ട നന്മ തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ, നിനക്ക് കിട്ടേണ്ട അവകാശം ലഭിക്കാതെ തട്ടിപ്പറിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ വെറും കൈയോടെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രിയിൽ വചന അടിസ്ഥാനം പറയുന്നു, യഹോവയായ ദൈവം അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറിച്ച് വെച്ച്. ആ പദപ്രയോഗം ശ്രദ്ധിക്കുക, ഞാനത് കുറിച്ച് വെച്ചിരിക്കുകയാണ്. കാരണം യഹോവയായ ദൈവം നിങ്ങളെ തൊടുന്നവൻ എൻ്റെ കണ്ണിലെ കൃഷ്ണമണിയെ തൊടുന്ന വായിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ വചനം ശ്രദ്ധിക്കുന്നത് പറയട്ടെ, നമ്മൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ ശത്രുക്കളെ നമുക്ക് സ്നേഹിക്കാം. കുറിച്ചു വെക്കേണ്ടവൻ കുറിച്ചു വെച്ചോളും, ഇടപെടേണ്ടവൻ ഇടപെട്ടോളും. അവനൊരു ദിവസമുണ്ട്, ആ ദിവസം വരും. നമ്മളതിന് സന്തോഷിക്കാതെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ ദൗത്യം അതാണ്. ചില ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്കത് പകരം ചെയ്യണം, എനിക്കത് പകരം കൊടുക്കണം. അങ്ങനെയുള്ളവരോട് ഞാൻ പറയട്ടെ, പകരം നിനക്കുള്ളതല്ല, പകരം ദൈവത്തിനുള്ളത്. നിന്നെ ഉപദ്രവിച്ചത് ആരായാലും ശരി, അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിന് സമയമാകുമ്പോൾ ദൈവം തൻ്റെ കരം നീട്ടും. അതുകൊണ്ട് ദൈവജനത്തെ എവിടെല്ലാം ആരെല്ലാം ഉപദ്രവിച്ചാലും, താൽക്കാലികം രക്ഷപ്പെട്ടോ എന്ന് നീ ചിന്തിച്ചാലും രക്ഷപ്പെടത്തില്ല. താൽക്കാലികം നിനക്കൊരു ടൈം തന്നിരിക്കുകയാണ്. മാനസാന്തരപ്പെടുവാൻ ഒരു സമയം തന്നുമ്പോൾ ഇത് രക്ഷപ്പെട്ടെന്ന് ചിന്തിക്കല്ലേ. ദൈവത്തിൻ്റെ കരം നിനക്ക് വിരോധമായി വരും. അതിനു മുമ്പേ മാനസാന്തരപ്പെടുക. ഇവിടെ യഹോവയായ ദൈവം തന്റെ ജനത്തെ ഉപദ്രവിച്ചവർക്കെതിരായി അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് ശൗൽ രാജാവായി കഴിയുമ്പോൾ അവന് കൊടുക്കുന്ന ദൗത്യമാണ്, നിന്റെ കയ്യാൽ അതിനെ ഇല്ലാതാക്കണം. ഞാൻ വാക്കിയോട് അവസാനിപ്പിക്കട്ടെ. ഒരു മനുഷ്യന്റെ സ്ഥലമല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം ആളുകൾ, വംശങ്ങൾ, രാഷ്ട്രങ്ങൾ എന്നിവയ്ക്കെതിരെ ഒരു പുരാതന വിദ്വേഷം നാം നിലനിർത്തി കൊണ്ടുപോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇതൂടെ ആ കൂട്ടത്തിൽ ഞാൻ ആഡ് ചെയ്തോട്ടെ. നിന്റെ ജോലിയല്ല ആ വിദ്വേഷം എന്നും ഓർത്തുകൊണ്ടിരിക്കുക എന്നത്. നിന്റെ ജോലിയല്ല. ചിലരുടെ വാശി എത്ര വർഷം കഴിഞ്ഞാലും മാറത്തില്ല, പക വിട്ടുമാറത്തില്ല. ആ ഹൃദയത്തിൻ്റെ അകത്ത് ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ് പക പോലെ. അത് വീട്ടുവാൻ എപ്പോ തരം കിട്ടുമോ അത് വീട്ടാൻ കൊണ്ട് നടക്കുകയാണ്. നിനക്ക് അത് കൊണ്ട് നടക്കാനുള്ള പ്രമാണം ദൈവജനത്തിലില്ല. ഏത് ജനമായാലും ശരി, ഏത് വംശമായാലും കൊള്ളാം, ഏത് രാഷ്ട്രമായാലും കൊള്ളാം. കഴിഞ്ഞ കാലങ്ങളുണ്ടായ പുരാതന വിദ്വേഷം ഇന്നും ഹൃദയത്തിൻ്റെ അകത്ത് കൊണ്ട് നടക്കുന്നു എങ്കിൽ അത് നടക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല.
അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് പറയട്ടെ, ഒന്ന്, നാം ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാധു സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിൻ്റെ ഇമേജാണ് നമ്മൾ. രണ്ട്, ആ ഇമേജ് അങ്ങ് സൃഷ്ടിക്കുമെങ്കിൽ നമുക്ക് സൃഷ്ടിതാവുണ്ട്. ആ സൃഷ്ടിതാവ് നമ്മുടെ ഉടമസ്ഥൻ, നമ്മുടെ ഉത്തരവാദിത്വമുള്ളവൻ. രണ്ട്, കഴിഞ്ഞ കാലങ്ങളിൽ ഏതെങ്കിലും വിധത്തിൽ നമ്മെ ആരുപദ്രവിച്ചാലും നീ മറന്നുപോയാലും ദൈവം അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിനക്ക് അത് നോട്ട് ചെയ്ത് വെക്കാനുള്ള ഉത്തരവാദിത്വം നിനക്കില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മാത്രമേ നിനക്ക് ഉത്തരവാദിത്വമുള്ളൂ. ഇത് മാനുഷിക തിയറി അനുസരിച്ച് നോക്കുമ്പോൾ തെറ്റാണ്. ദൈവത്തിന് തിയറി എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പകരം ചെയ്യേണ്ടവൻ പകരം ചെയ്തുകൊള്ളും. അതുകൊണ്ട് നമ്മെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി ഡെയിലി ഒന്ന് പ്രാർത്ഥിപ്പാൻ നമ്മൾ തയ്യാറാക്കുക. നമ്മളെ ഉപദ്രവിക്കുന്ന ശത്രുവിന് വേണ്ടി നന്നായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ സ്നേഹിക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ ആരെങ്കിലും ഏതെങ്കിലും നീ ഉപദ്രവിക്കപ്പെട്ടുണ്ടെങ്കിൽ അതും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാനുള്ള പ്രമാണം നിനക്കില്ല. ആ പക നിന്റെ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയുവാൻ നിനക്ക് ഉത്തരവാദിത്വമുണ്ട്. ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെയും യൂട്യൂബിലൂടെയും ദൈവവചനം പഠിക്കാൻ പറ്റുന്ന പ്രിയപ്പെട്ടവരെ, ആരോടെ എന്തെങ്കിലും പകയുണ്ടെങ്കിൽ ഈ വചനത്തിന് മുമ്പാകെ അത് ഹൃദയത്തിൽ നിന്ന് വലിച്ചെടുത്തെറിയുക. അത് കൊണ്ട് നടക്കാൻ നമ്മളെ ദൈവം ഏൽപ്പിച്ചിട്ടില്ല. നീയും ദൈവമാണ് ഒരുമിച്ചല്ല യുദ്ധം ചെയ്യുന്നത്. നീ കുറിച്ച് വെച്ചാൽ ദൈവം എന്നെ കുറിച്ച് വെക്കാൻ പോകത്തില്ല. നിന്റെ ജോലി അല്ലാതെ, നിന്റെ ജോലി പ്രാർത്ഥിക്കുക, സ്നേഹിക്കുക. കുറിച്ച് വെക്കണവൻ കുറിച്ച് വെച്ചോളും. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിലെ ആ പകയും വൈരാഗ്യവും വാശിയും ഒക്കെ ഒന്ന് വിട്ടിട്ടെ അവരെ സ്നേഹിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ നില മുൻപോട്ട് പോകുവാൻ ദൈവത്തിന് ആത്മാവിനെ സഹായിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.